मन मोती अस दूध रस इनकी सहज सुबाई फट जाए तो न मिले कोटिन करो उबाई। रहीम कहते हैं कि मन, मोती, फूल, दूध और रस आदि चीज़ें अपनी सहज और स्वाभाविक अवस्था में देखने में खूबसूरत होती है, लेकिन यदि वे एक बार टूट जाती है तो उन्हें वापस अपनी मूल अवस्था में वापस लाना बहुत मुश्किल होता है। मतलब यह है कि हमारी ज़िंदगी में कुछ चीज़ें ऐसी हैं जिसे खोने पर उन्हें वापस पाना बहुत कठिन होता है। इसलिए हमें ऐसी चीज़ों को बचा कर रहनी चाहिए। റഹീം പറയുന്നു, മനസ്സ്, മുത്ത്, പൂവ്, പാൽ, രസം മുതലായ വസ്തുക്കൾ തങ്ങളുടെ സ്വാഭാവികമായ അവസ്ഥയിൽ നിന്നും വളരെ മനോഹരവും ഹൃദ്യവുമാണ്. എന്നാൽ അവ ഒരു തവണ തകർന്നു പോവുകയാണെങ്കിൽ അവയെ പിന്നീട് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത് എന്തെന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അവയെ വീണ്ടെടുക്കുക അസാധ്യമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ നാം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. रहीम दागा प्रेम को मत तोरो चढ़काई टूटे पै फिर न जुरे जुरे गाढ़ परिजाई। रहीम कहते हैं कि प्रेम का संबंध बहुत कोमल और महत्वपूर्ण होता है। इसे आसानी से नहीं तोड़ना चाहिए। यदि एक बार यह टूट जाने पर इसे दोबारा जोड़ना आसान नहीं है। यदि जोड़ा भी लिया जाए तो उसमें घाट भी पड़ जाती है। वह पहले जैसा कभी भी नहीं हो पाता. റഹീം പറയുന്നത്, സ്നേഹമെന്നത് വളരെ കോമളവും മഹത്തരവുമായ കാര്യമാണ്. ഇതിനെ ഒരിക്കലും ഇല്ലാതാക്കരുത്. അഥവാ ഒരു തവണ ഇത് പൊട്ടിപ്പോവുകയാണെങ്കിൽ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അഥവാ ഈ ബന്ധത്തെ ചേർത്ത് വെച്ചാലും ഇതിൽ കെട്ടുള്ളത് കൊണ്ട് തന്നെ പൂർവ്വസ്ഥിതിയിൽ ആവുകയില്ല. ഫട് ജായേ തോ ന മിലേ ഇസ്സേ ആപ് ക്യാ സമസ്തേ ഹേ. പൊട്ടിപ്പോയാൽ വീണ്ടും ചേരില്ല. ഇതിൽ നിന്ന് താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? യദി സംബന്ധ ടൂട്ട് ജായേ യാ നഷ്ട ഹോ ജായേ തോ ഉന്ഹേ ठीक करना मुश्किल है. जिंदगी की ऐसी महत्वपूर्ण पहलुओं को सुरक्षित രഖിന ചാഹിയെ. ബന്ധങ്ങൾ തകർന്നുപോയാൽ വീണ്ടും യോജിപ്പിക്കുക എളുപ്പമല്ല. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മഹത്തരമായ കാര്യങ്ങളെ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. ഇൻ പങ്ക്തിയോ സെ കവി ക്യാ കഹിന ചാഹത്തെ ഹേ. ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? സിന്ദഗി മേ ആപസി സംബന്ധോ കോ സുരക്ഷിത് രഖിന സറൂരി ഹേ. ആപസി സംബന്ധ് നഷ്ട ഹോ ജായേ തോ ഫിർ സെ വാപസ് ലാന മുഷ്കിൽ ഹേ. ജീവിതത്തിൽ പരസ്പര ബന്ധങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. പരസ്പര വിശ്വാസം നഷ്ടമായാൽ അവ തിരിച്ചു കൊണ്ടുവരിക ബുദ്ധിമുട്ടാണ്. ജഡ്സെ തോടിന ഇസ്കേ സമാൻ ആശയ വാലി പങ്ക്തിയ ചുരെ. പെട്ടെന്ന് പൊട്ടിക്കുക. ഇതിൻ്റെ സമാനാശയമുള്ള വരികൾ. മത്ത് തോരോ ചടുക്കായി. ടൂട്ടേ പൈ ഫിരിന ജുരേ ഏസാ ക്യോം കഹാ ഹോഗ. പൊട്ടിയാൽ പിന്നീട് ചേർത്ത് വയ്ക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? प्रेम का धागा एक बार टूट जाने पर उसे दोबारा जोड़ना बहुत मुश्किल है. आपसी विश्वास नष्ट हो जाए तो उसे वापस लाना मुश्किल है. സ്നേഹമാകുന്ന ചരട് ഒരു തവണ പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ചേർത്ത് വയ്ക്കുക എളുപ്പമല്ല. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു കൊണ്ടുവരുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.